മദ്യലഹരിയിൽ പോലീസിനെ ആക്രമിച്ച യുവാവ്. മദ്യലഹരിയിൽ 10ാം ക്ലാസ്സുകാരൻ കൂട്ടുകാരെ കൊല്ലുന്നു. കേട്ടും കണ്ടും മടുത്തു. ഈ കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായി. എന്താ ഈ കാണുന്നതും കേൾക്കുന്നതും? കുട്ടികൾക്ക് ഒരു ശിക്ഷ, ഈ ഭൂലോകത്ത് ഒരാളെ പോലും പേടിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ രക്ഷകർത്താക്കളെ പേടിയുണ്ടായിരുന്നു, ബഹുമാനമുണ്ടായിരുന്നു. ടീച്ചർമാരെ ബഹുമാനമുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. പോലീസിനെ പേടിയുണ്ടായിരുന്നു, ബഹുമാനമുണ്ടായിരുന്നു. ഇന്നിപ്പം നമ്മുടെ നാട്ടിലെ നിയമം പോയി അച്ഛനമ്മമാരെ പേടിയില്ല, അച്ഛനമ്മമാരോട് ബഹുമാനമില്ല, ടീച്ചേഴ്സിനോട് ബഹുമാനമില്ല. അതുപോലെ തന്നെ പോലീസിനെ പുല്ലുവില പോലെ. പോലീസിനെ സത്യം പറഞ്ഞാൽ ഇവരുടെ അടുത്തേക്ക് ചെല്ലാൻ ഒരു പേടിയായിരിക്കുന്ന ഒരവസ്ഥ. ഇനി അഥവാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുക തന്നെ വേണം. ചെറിയ ചെറിയ രീതിയിൽ ശിക്ഷ കിട്ടി വളർന്നാൽ മാത്രമേ കുട്ടികൾ, അതുകൊണ്ട് അവർക്ക് ദോഷമൊന്നുമില്ല, അവർക്ക് നല്ലത് മാത്രമേ വരൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൊച്ചു കുട്ടികൾക്ക് വരെ ലഹരി വസ്തുക്കൾ കിട്ടുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പം നമ്മുടെ കേരളം. അപ്പോൾ ഈ പറയുന്ന സംഭവം, അതായത് നേരത്തെ ചെറിയ രീതിയിൽ അച്ഛനമ്മമാരുടെ അടിയെ പേടിയുണ്ടായിരുന്നു, അധ്യാപകരുടെ വഴക്കിന് അച്ഛനമ്മമാർ അധ്യാപകരോട് പറയും നല്ല പണിഷ്മെൻറ്റ് കൊടുത്തോളാൻ പറയും. അതുപോലെ തന്നെ പോലീസുകാരെ കാണുമ്പോൾ പിള്ളേർ ഓടുമായിരുന്നു. ഇപ്പം എന്താണെന്ന് പറയുക, ശിക്ഷ എന്ന് പറയുന്നൊരു സംഭവം ഇല്ലാതാക്കി അവർക്ക് ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് ഒന്നിനെയും പേടിക്കാനില്ല. ഈ ഭൂലോകത്ത് അവർക്ക് ഒന്നിനെയും പേടിയില്ലാതായി. അതുകൊണ്ട് തന്നെയാണ് ഇനി അഥവാ ഒരു പോലീസുകാരൻ ഒരു ഇപ്പം ഈ ഞാൻ കണ്ട വീഡിയോയിൽ അവൻ ലഹരി മരുന്ന് ഉപയോഗിച്ച് ഒരു 10 പോലീസുകാർ ചുറ്റും നിൽക്കുകയാണ്. അവരോടെല്ലാം അവൻ തർക്കിച്ചുകൊണ്ടും അവരെ കളിയാക്കിക്കൊണ്ടും നിൽക്കുകയാണ്. പക്ഷേ ഒരു പോലീസുകാർ അവരുടെ കൊടുത്താൽ അപ്പം അത് വീഡിയോ പിടിക്കുകയായി, വാട്സാപ്പിൽ പ്രചരിക്കുകയായി, ഇത് ചെയ്യുന്ന പോലീസുകാർക്കെതിരെ കേസായി. പക്ഷേ കുറേയൊക്കെ നമ്മുടെ നിയമം മാറേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇത് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമാകുമോ അറിയില്ല. പക്ഷെ കണ്ണിൽ കണ്ടത് എങ്ങനെ പറയാണ്ടിരിക്കും, എങ്ങനെ പ്രതികരിക്കാണ്ടിരിക്കും? കുട്ടികൾക്ക് പേടി, ബഹുമാനം എന്ന് പറഞ്ഞതില്ല. ചെറുപ്രായത്തിലെ തന്നെ ആത്മഹത്യാ പ്രവണത, അതുപോലെ തന്നെ സഹോദരിമാരെയോ അമ്മയെയോ അല്ലെങ്കിൽ അവരെയൊക്കെ വേണ്ട രീതിയിൽ കാണാനുള്ളൊരു മനസ്സ്, ഒരു സ്നേഹം, അതൊന്നും ഇല്ലാതായി. നമ്മുടെ നാടിന് നശിക്കാനൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഈ അടുത്ത് ഒരു പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത്, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ലഹരിയും ഒക്കെ ഉപയോഗിക്കുന്നവരെയും ഓരോ കേസിൽ പെട്ടവരെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യും, എല്ലാം FIR കൊടുക്കും, പക്ഷേ വിധി വരുമ്പോൾ അവനെ വെറുതെ വിടും. അപ്പം എന്താ, അവന് വീണ്ടും ആ തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ പണിഷ്മെൻറ്റ് അവന് കിട്ടി, അപ്പം അവൻ അതിൽ നിന്ന് ഒരു ചെറിയൊരു പേടിയുണ്ടാവും. ഇതങ്ങനെയല്ല, ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഫ്രീ ആയിട്ട് കുറച്ച് പൈസ മുടക്കിയാൽ മതി, എനിക്ക് രക്ഷപ്പെട്ട് പോരാം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി വരുന്നത് കൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു പ്രോത്സാഹനം പോലെ, അവർക്ക് കൂടുതൽ എൻകറേജ്മെൻ്റാണ് ഇപ്പം നമ്മുടെ സമൂഹമല്ല, നമ്മുടെ നിയമസംഹിതയാണെന്ന് തോന്നുന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയുന്നില്ല ഇതിൻ്റെ അവസാനം എവിടെ ചെന്ന് നിൽക്കുമെന്ന്. നേരത്തെയൊക്കെ പോലീസുകാർ വരുന്ന കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ എടുത്ത് 4 വാർഡ് ഓടിക്കളയും. പ്രായമായ ഒരു ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് 4 വാർഡ്. എന്നാൽ ആ പോലീസുകാർ ഇവരെ പിടിച്ച് തിന്നൊന്നുമില്ല, ചെറിയ അടികൾ കൊടുക്കും, അത്രേ ഉള്ളൂ. അതുപോലെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുത്താൽ മാത്രമല്ലേ ഈ കുട്ടികൾക്ക് പേടിയുണ്ടാവുള്ളൂ, പിന്നെ അത് ഉപയോഗിക്കാണ്ടിരിക്കാൻ തോന്നുള്ളൂ. ഇത് അവർ കൂളായിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരെ നിൽക്കാനുള്ള ആ ധൈര്യം അവർക്ക് എങ്ങനെ കിട്ടി? അവർക്ക് മനസ്സിലായി ഒരു പണിഷ്മെൻറ്റും കിട്ടില്ല, നമ്മൾ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണല്ലോ അവരങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിനെതിരായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇത് കണ്ടിട്ട്, എനിക്കറിയില്ല ഇതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാനുള്ള ഇതൊന്നും നമുക്കറിവില്ല, അറിവുള്ള ഒരുപാട് സാറന്മാരൊക്കെ ഉണ്ടല്ലോ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിന് എന്താണ് ഒരു പരിഹാരം? എൻ്റെ മക്കളോ നിങ്ങളുടെ മക്കളോ അല്ലെ, സമൂഹം, നമ്മുടെ നാട് ആകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ശിക്ഷകൾ അധ്യാപകരും കൊടുക്കണം, അച്ഛനമ്മമാരും കൊടുക്കണം, പോലീസുകാർക്കും അതിനുള്ളൊരു ഇത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ശിക്ഷ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും വഷളാവാനായിട്ട് കാരണം. ഈ കുട്ടികൾക്ക് ഇത്രയും ധൈര്യവും വീണ്ടും തെറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് വരാനുള്ള കാരണം അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പറയുന്നത് തെറ്റാണോ, ഇനി ഇതിൻ്റെ പേരിൽ വേറെ എന്തെങ്കിലും എനിക്ക് പ്രശ്നം വരുമെന്നൊന്നും എനിക്കറിയില്ല. കണ്ടത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെയും കുഞ്ഞുങ്ങളെ പോലെ തന്നെയല്ലേ എല്ലാവരുടെ കുഞ്ഞുങ്ങളും. ഓരോ അച്ഛനമ്മമാരും എത്ര പ്രതീക്ഷയോടെ ഓരോ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇന്ന് ആ പയ്യൻ 10 പോലീസുകാർ ഇന്ന് യൂട്യൂബിൽ നമ്മുടെ വാട്സപ്പിൽ വളരെയായിട്ട് ഒരുപാട് കടന്നു ഓടുന്നുണ്ട്. പോലീസുകാരെ എടപ്പള്ളിയിലാണ്, ഞങ്ങളുടെ എറണാകുളം എടപ്പള്ളിയിൽ നടന്ന സംഭവമാണ്. അതൊക്കെ കാണുമ്പോൾ അവൻ കിടന്ന് കാണിക്കുന്ന കാണുമ്പോൾ ആ ഒരു സീൻ അവൻ്റെ അച്ഛനമ്മമാർ കാണുമ്പോഴാണ് അവരുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളും അച്ഛനമ്മമാർ തന്നെയല്ലേ, അല്ലെങ്കിൽ നമ്മൾ സഹോദരന്മാർ തന്നെയല്ലേ, ഒന്ന് കണ്ടു നോക്കാം.